കള്ളക്കടത്തുകാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകിയത് ഇത് ദില്ലിയിലൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ, താൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ കള്ളക്കടത്തുകാരെ എതിർക്കുന്ന ആളാണെന്ന് വന്നോട്ടെ എന്നുള്ള ധാരണയിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇതൊരു മലയാള പത്രത്തിനും ഒരു ചാനലിനും അദ്ദേഹം ഈ അഭിമുഖം കൊടുത്തിട്ടില്ല. ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖം കൊടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശമൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യവും ഇതിലില്ല, ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. കള്ളക്കടത്ത് സംഘങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഇന്നലെ ഈ പി വി അൻവർ നടത്തിയ പൊതുസമ്മേളനത്തില് ആയിരങ്ങളാണ് വന്നത്. ഇതൊരു പുതിയൊരു കൂട്ടായ്മയുടെ ഒരു സൂചനയാണോ? എങ്ങനെയാണ് അതിന് ഇത്തരം ശക്തികളെ വളർത്തിയതിന്റെ പാപക്കറയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വോട്ട് ബാങ്ക് താൽപര്യത്തിനു വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് തീവ്ര ചിന്താഗതിക്കാരായ ആളുകളെ കൂടത്ത് കൂട്ടി സാധാരണ ഇടതുപക്ഷത്തേക്ക് ചേരുമ്പോൾ അവരാരാണ് എന്താണൊക്കെ എന്നൊക്കെ നോക്കാറുണ്ട്. കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന് ശേഷം ഏത് കാശുള്ളവനും CPM-നെ പിടിച്ചെടുക്കാമെന്നുള്ള നിലയായില്ലേ? അത്തരം ആളുകളെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മികതയും പിണറായി വിജയനില്ല. അൻവറായാലും ജലീലായാലും കാരാട്ട് റസാഖായാലും ഫൈസലായാലും ഇവരെല്ലാം ഈ ഒരു പിണറായി വിജയന്റെ മൂശയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ക്യാരക്ടേഴ്സാണ്. അതിനെ എതിർക്കാൻ ഒരു ധാർമ്മികതയും അദ്ദേഹത്തിനില്ല. പുതിയ പാർട്ടി വേണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത്. അതിപ്പോ BJP-യിലേക്കാണെങ്കിൽ BJP-യിലേക്ക് തോന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അൻവർ വന്ന BJP അല്ലല്ല, അങ്ങനെ BJP അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവും സാഹചര്യവും ഇപ്പൊ കേരളത്തിലില്ല. ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ധാർമ്മിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. CPM-ന്റെ വലിയ തകർച്ചയാണ് കേരളം കാത്തിരിക്കുന്നത്. CPM ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ തകർന്ന് തരിപ്പണമാവുന്ന കാലം വിദൂരമല്ല. ഈ പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ CPM-ന്റെ അന്ത്യകൂദാശ കേരളത്തിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം. ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ നേരത്തെ ഈ പ്രകാശ് ജാവ്ദേക്കർ അടക്കം പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM ഉണ്ടാവില്ല, കോൺഗ്രസും BJP-യും തമ്മിലായിരിക്കും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അതെ, നിങ്ങൾ ഈ പൂരം കലക്കി ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും കോൺഗ്രസുകാരും ഒക്കെ വെറുതെ സ്വപ്നം കാണുകയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ 2026 തന്നെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ്. നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോഴും ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ, കേരളത്തിൽ ഭരണം പിടിക്കാൻ ഞങ്ങൾ 24/7 അധ്വാനിക്കുകയാണ്. നിങ്ങൾ അപ്പോഴും പറയുന്നത് BJP-ക്ക് 20% വോട്ട് കിട്ടിയത് പൂരം കലക്കിയിട്ടാണ്, സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കും. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, നിങ്ങൾ അതും പറഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മോദിജിയുടെ വികസന നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ 24 മണിക്കൂറും അധ്വാനിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശരിയായ ജനകീയ ബദലാണ് ഉയർന്നു വരിക. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രി രാജിവെച്ച് അദ്ദേഹം കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ 4-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കലക്ടറേറ്റുകളിലേക്കും ഉജ്ജ്വലമായിട്ടുള്ള മാർച്ച് വെച്ചിട്ടുണ്ട്. അല്ലെ, കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ ഒന്നുകിൽ ഹൈക്കോടതി പറയണം, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിടണം. കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഏജൻസികൾക്ക് കത്തയച്ചത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയെ കത്തയക്കാൻ തയ്യാറില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ, തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP-യും ഒക്കെ നിഷ്കളങ്കന്മാരാണെങ്കിൽ ഒരു കത്തയച്ച് കേന്ദ്ര ഏജൻസിയൊക്കെ അന്വേഷിപ്പിക്കാൻ വിട്ടാ പോരെ? അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മടിയിൽ കനമുണ്ട് എന്ന് തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയുടെ രാജി BJP ആവശ്യപ്പെടുന്നു. അതിനു മുമ്പ് അടിയന്തരമായി ചെയ്യേണ്ടത് ADGP MR അജിത് കുമാറിനടക്കം മാറ്റി നിർത്തുകയല്ലേ? അല്ല, സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഈ ദുഷിച്ച പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം.